ഞാൻ ഒരു പോസ്റ്റ് വായിക്കാം. 10 വർഷം പ്രണയിച്ചിട്ടും വിവാഹത്തിന് മുൻപ് ഒരിക്കൽ പോലും ഒരുമിച്ച് ഒരു മുറിയിൽ താമസിച്ചിട്ടില്ല. ജനീലിയ, അതായത് നമുക്കറിയാം, പ്രത്യേകിച്ച് മുഖവരിയുടെ ആവശ്യമില്ലാത്ത നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു താരദമ്പതികൾ തന്നെയാണ്. അപ്പോൾ അവരുടെ ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ അതിന് ഒരുപാട് കമന്റുകൾ താഴെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ കണ്ടുപഠിക്കേണ്ടത്. ആദ്യത്തെ 2 ദിവസം, ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ആദ്യത്തെ 2 ദിവസം പ്രണയം, 3-ാം ദിവസം റൂം എടുക്കുന്നു, ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് കമന്റുകൾ പുറത്തു വരുന്നുണ്ട്. ശരിക്കും കല്യാണത്തിന് മുൻപ് ഇവരിപ്പോൾ ഇത് പറയുമ്പോൾ സ്വാഭാവികമായും അതിനെ നല്ലതെന്നും മോശമെന്നും അല്ലെങ്കിൽ തമാശ രൂപേണ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും കല്യാണത്തിന് മുൻപ്, വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുൻപ് സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് ഒരു തെറ്റാണോ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ അങ്ങനെ എന്താ പറയാ, കുഴപ്പമില്ലാത്ത ആൾക്കാരും ഉണ്ട്. എന്നാ ഇതൊക്കെ കല്യാണത്തിന് ശേഷം മാത്രം മതി, എന്നെ ഏട്ടായി തൊട്ടാ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട് അവിടെ. അപ്പോൾ ഇതിൽ രണ്ടിലും അവരുടേതായിട്ടുള്ള ശരികളും തെറ്റുകളും ഒക്കെ ഉണ്ട്. നമ്മളത് ജഡ്ജ് ചെയ്യാനായിട്ടൊന്നും ആൾക്കാരല്ല. ഇപ്പൊ ജനീലിയയുടെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതായിരിക്കും താല്പര്യം. ഇപ്പം ഇവര് പക്ഷേ നേരത്തെ റിലേഷൻഷിപ്സിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇവര് ഒരുമിച്ച് താമസിച്ചിട്ടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇവർക്ക് വേറെ വേറെ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവര് പലരുടെയും കൂടെ താമസിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല പല ബന്ധങ്ങളിലും ഒക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും. പക്ഷെ ഇവരുടെ ഇത് ഇവരുടെ കാര്യമാണ് പറഞ്ഞത്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അതായിരുന്നു അവരുടെ ആ ഒരു രീതി, അവരുടെ അതായിരുന്നു. അപ്പൊ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യാന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ഇത് കാണുമ്പോൾ വളരെ തമാശയായിട്ട് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇന്നിപ്പോ നമുക്കറിയാം, ഇന്നത്തെ കുട്ടികൾ റിലേഷൻഷിപ്പിലാകുന്നത് തന്നെ സെക്സിന് വേണ്ടിയായിട്ടുള്ള ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ലവ് എന്നതിനേക്കാൾ ഉപരിയുടെ ലസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യത്തെ 2 ദിവസം എനിക്ക് അങ്ങനെയൊന്നും, എനിക്ക് നിന്റെ ശരീരമല്ല ഞാൻ നോക്കുന്നത്, നിന്റെ മനസ്സാണ്, നിന്നെയാണ് എനിക്കിഷ്ടമെന്ന് പറയുന്നിടത്ത് നിന്നും 3-ാമത്തെ ദിവസം മുതൽ ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നു. 1-2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്നാൽ റൂം എടുത്താലും നമുക്കൊരു പ്രൈവറ്റ് ടൈം അല്ലെങ്കിൽ പ്രൈവസി ടൈമിന് വേണ്ടി നമുക്ക് റൂം എടുത്ത് കുറച്ച് സമയം സംസാരിക്കാം, പിന്നീട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ള ഒരു വലിയൊരു ചോദ്യമാണ്. പ്രണയത്തിലേക്ക് പോകുന്ന എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഈ സെക്സ് എന്ന് പറയുന്നത് പ്രണയത്തിന്റെ ഒരു ഭാഗമാണ്, അതുകൂടി ഉണ്ടെങ്കിലാണ് പ്രണയം പൂർണ്ണമാകുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും അങ്ങനെയാണോ? ലസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രണയത്തിന്റെ ഭാഗം തന്നെയാണ്. അതിനൊരു പാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ അതൊരു പാർട്ടാണ്, ഈ ഒരു പ്രണയത്തിന്റെ ഒക്കെ പാർട്ടാണ്. പക്ഷെ അതുണ്ടെങ്കിൽ മാത്രമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം അതില്ലാതെ ഒരു ഭയങ്കര ഡിവൈൻ ആയിട്ട് പ്രേമിക്കുന്ന ആൾക്കാരുണ്ട്, കണ്ടിട്ടേ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതൊന്നും നമുക്ക് ഇതിനകത്ത് ഒന്നിനും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇതുണ്ടെങ്കിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. പിന്നെ സെക്സ് മാത്രമല്ല പ്രണയം എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് തന്നെ അറിയാം. അതായത് നമുക്കിപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ അല്ലാതെ നമുക്ക് പേഴ്സണലി പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ സെക്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ആൾക്കാരുണ്ട്. അവരും പ്രേമിക്കുന്നുണ്ട്, അവരും പ്രണയിക്കുന്നുണ്ട്, നല്ല വൃത്തിക്ക് അവരും പ്രണയിക്കുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആൾക്കാരല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരവരുടെ ഇഷ്ടം അതാണ് എന്നുണ്ടെങ്കിൽ അത് ഓക്കെ, അതിനെ റെസ്പെക്ട് ചെയ്യുക, അതിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഈ ചില കല്യാണങ്ങൾ കഴിഞ്ഞ് ചുരുങ്ങിയ സമയത്തിനുള്ള ഡിവോഴ്സ് ആവുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു ഇത്തരത്തിലൊരു ഡിവോഴ്സ് കേസ് വന്നപ്പോൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്നത്? കാരണം ഭർത്താവ് കൂലിപ്പണി എടുത്തും വളരെ സന്തോഷത്തോടു കൂടി ഭാര്യയെ നോക്കുന്ന ഒരു ഫാമിലി പെട്ടെന്ന് ഒരു ദിവസം ഭർത്താവിനോട് പോലും പറയാതെ ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അതിന് കാരണം അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടി പറയുന്നത്, ഒരു ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ ഒരു റീൽ എടുക്കാൻ പോലും അറിയാത്ത, ഞാനൊരു റീൽ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിന്ന് പോലും തരാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് എനിക്ക് ഇയാളെ ഭർത്താവായിട്ട് വേണ്ട. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് കാണേണ്ടതുണ്ട്. അതായത് അത് വാർത്തയിൽ നിന്ന് ഒരു ചെറിയൊരു കട്ട് മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. എൻ്റെ കൂടെ റീൽ എടുക്കാൻ വരില്ല, റീല് പോലും എടുക്കാൻ വരില്ല എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയ മൊത്തം സ്ട്രൈക്ക് ചെയ്തത് ആ ഒരു പോയിന്റിലാണ്. റീൽ എടുക്കാൻ വരാത്ത ഒരാളെ ഡിവോഴ്സ് ചെയ്യേ എന്തീ പറയുന്നത് എന്നുള്ളത്. പക്ഷെ ആ കുട്ടിയുടെ ജീവിതം ഒരു 8 വർഷത്തോളം കാലം, എത്രയോ വർഷത്തോളം കാലം ഇയാളൊരു ഫോട്ടോയ്ക്ക് പോലും പോസ് ചെയ്യാതെ നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഫോട്ടോ പോലും ഇല്ലാത്ത ഒരു രീതിയിലാണ്. പക്ഷെ ഇപ്പൊ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം എന്നുള്ളതാണ്. അങ്ങനെ ഒക്കെ ഇതാക്കാൻ താല്പര്യം ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ഭാര്യ ആയാലും ചിലപ്പോൾ ഭർത്താവിന് താല്പര്യം ഉണ്ടാവാം, ഭാര്യയ്ക്ക് താല്പര്യമില്ലാത്ത. ഇതൊക്കെ നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഇപ്പം പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് അന്ന് കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്കും അല്ല ഒരു മാരേജിലേക്കൊക്കെ പോകുമ്പോൾ
എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം നാളെ അതൊരു ഒരു ഒരു വള്ളിയായിട്ട് വരരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്ക് ഇതാണ് വേണ്ടത്, എനിക്ക് ഇന്നതാണ് ഞാൻ, ഇതാണ് ഞാൻ, എനിക്കനുസരിച്ച് എന്താ പറയാ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ളത് നമ്മളാണ് ഉറപ്പുവരുത്തേണ്ടത്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു കല്യാണം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, സ്റ്റാർട്ട് ചെയ്തു, റിലേഷൻഷിപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ആദ്യമൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന ഇതാണ് ഞാൻ എന്നുള്ളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അപ്പുറം നിൽക്കുന്ന പാർട്ട്ണർ തയ്യാറായിരിക്കാം. അതിപ്പോൾ ലേഡി ആയാലും മെൻ ആയാലും. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ പതിയെ 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 അവരുടെ ഇഷ്ടങ്ങൾ കൂടി നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ അവരോട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാകാം, ഒരുപാട് അവരില്ലാതെ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴായിരിക്കും അവർ അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ അവരുടെ ഇഷ്ടത്തിന് മൗൾഡ് ചെയ്യപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ. ഇപ്പൊ നമുക്ക് ഒരാളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ ആട്ടുംകാട്ടം തന്നാലും നമ്മൾ ചിലപ്പോ ഓക്കെ ഞാൻ കഴിച്ചോളാം, ഉണക്കമന്തിരി അല്ലേ ഏട്ടാ എന്ന് വിചാരിച്ച് നമ്മളത് ചെയ്തു പോകും. അതങ്ങനെയാണ്. അതിപ്പം തിരിച്ചായാലും അങ്ങനെ തന്നെയാണ്. ചില ഭയങ്കര എന്താ പറയാ റൂഡായിട്ട് സംസാരിക്കുന്ന ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ ചിലപ്പോ സ്വന്തം എന്താ പറയാ വാവയുടെ അടുത്ത് അവര് കാണിക്കുന്നത് ഭയങ്കര സൈഡായിരിക്കും. അതങ്ങനെ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മള് അതായത് അത് ശരിക്കും പറഞ്ഞാൽ റീപാരന്റിങ് ആണ്. ഈ പ്രണയം എന്ന് പറയുമ്പോൾ ഒരു മാരേജ് എന്നൊക്കെ പറയുമ്പോൾ, മാരേജിനൊന്നല്ല, ഒരു പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും റീപാരന്റിങ് ആണ്. അതായത് നമ്മളെ ഒരു കുട്ടികളെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ പാരൻസിൻ്റെ ഒപ്പം നിൽക്കുന്ന ആ ഒരു സേഫ് സോൺ ഉണ്ടല്ലോ, ആ ഒരു കംഫർട്ട് സോൺ, അതുപോലെ തന്നെ നമ്മൾ പുതിയൊരാളെ അയാൾ വരുമ്പോൾ നമുക്ക് അയാളുടെ അടുത്തൊരു ഹോം ഫീല് തോന്നുന്നതാണ് ശരിക്കും പറഞ്ഞ പ്രണയം എന്ന് പറയുന്നത്. അവിടെ ഇന്ന കാര്യത്തിന് ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളെ നീ ചെയ്യാവുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ ലിമിറ്റേഷൻസോ കാര്യങ്ങളൊന്നും വെക്കരുത്, കണ്ടീഷൻസ് വെച്ചിട്ട് പ്രണയിക്കരുത്. നമ്മൾ അയാളുടെ ഇഷ്ടത്തിന് നമ്മളുടേതായിട്ടുള്ള ഒരു സ്നേഹം വെച്ച് മാറുന്നുണ്ടെങ്കിൽ അവിടെ പ്രണയമുണ്ട്. ഈ പറഞ്ഞ വിഷയവും നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു സെക്ഷൽ റിലേഷൻഷിപ്പും കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതലും ഇത് പെൺകുട്ടികളിലാണ് നമ്മൾ കാണുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് മതി സെക്സ്, അതിന് മുൻപ് സെക്സ് ഒന്നും വേണ്ട. ഒരുപക്ഷെ ഭയമാണ് കൂടുതൽ ആളുകൾക്കും. അതിനപ്പുറത്തേക്ക് ഈ പരിശുദ്ധി കാത്ത് സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്തും അങ്ങനെയുള്ള പെൺകുട്ടികളുണ്ട്. പൂർണ്ണമായും എല്ലാവരും ഒന്നല്ലെങ്കിൽ പോലും അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പാർട്ട്ണർക്ക് ഇഷ്ടം ഇതാണ്, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ആ പാർട്ട്ണറെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവൻ പറയുന്നത് പോലെ നിന്ന് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവനെ എന്നെ ഇട്ടിട്ട് പോയാലോ എന്ന് പേടിച്ചുകൊണ്ടൊക്കെ ഇതിൽ പോയി ചാടുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ. ഈ ഇട്ടിട്ട് പോയാലോ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ അവിടെ കഴിഞ്ഞു ആ ഒരു സാധനം. കാരണം നമ്മൾ പേടിച്ച് നിൽക്കേണ്ട പേടിയാണ്. അതെ, എനിക്ക് അവനെ വേണം, പക്ഷെ അവനിക്ക് എന്നെ വേണ്ടെന്ന് പറയുമോ എന്നുള്ള പേടി. അതായത് നമുക്ക് ഓൾറെഡി നമ്മളുടെ ഉള്ളിലൊരു ഇതുണ്ട്, ഓക്കെ അയാൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ട്, നമ്മളുടെ അടുത്തൊരു ബുദ്ധിമുട്ടുണ്ട്, സോ ഇട്ടിട്ട് പോകുമോ എന്നുള്ളതാണ് അവിടെ എക്സാക്ട്ലി സംഭവിക്കുന്നത്. അപ്പൊ നമ്മള് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ അങ്ങനെ തിങ്ക് ചെയ്യണ്ടെങ്കിൽ ഈ അവസ്ഥ മാറ്റാനായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അതിനകത്തൊരു ട്രാൻസ്പെറൻസി കാണിക്കണം. ഈ ഒരു ഇൻസെക്യൂരിറ്റി ഇഷ്യൂ അത് മാറ്റാൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അയാൾ പൂർണ്ണമായിട്ട് എഫേർട്ട് ഇടണം. എന്തുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്തൊരു എന്താ പറയാ നമുക്കൊരു ഷോറിറ്റി കാണിക്കണം. അപ്പൊ മാത്രമേ അത് മുന്നോട്ട് പോവുള്ളൂ. ഇപ്പൊ ഈ നമുക്ക് ഒരു സൈഡിൽ മാത്രം നമ്മളിങ്ങനെ പറയാണ് നീ പോകും എന്ന് എനിക്കറിയാം എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആള് പറയാണ് അങ്ങനെയൊന്നുമില്ല എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആ ഒരു ഇമോഷൻസിന് വാല്യൂ തരുന്നില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പം നമ്മൾ കൂടെ ചിലപ്പോൾ പറയുമായിരിക്കാം. ഈ പറച്ചിലിന് നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പെൺകുട്ടികൾക്ക് എപ്പോഴും, പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അവർ ചിലപ്പോൾ ഒരു 100 പ്രാവശ്യം സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എന്നിരിക്കാം. പക്ഷെ ഈ ആണുങ്ങൾക്ക് ഈ റിപ്പീറ്റേഷൻ കേൾക്കുന്നത് ഭയങ്കര അലർജിയാണ്. ആണുങ്ങൾക്ക് റിപ്പീറ്റേഷൻ കേൾക്കുന്നതേ ഭയങ്കര പ്രശ്നമാണ്. പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല. പെൺകുട്ടികൾക്ക് എപ്പോഴും ആ ഒരു കാര്യം പറഞ്ഞ് അവരുടെ മൈൻഡ് കൊണ്ട് അവർ സോൾവ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കും. ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ കപ്പിൾസിന്റെ ഇടയിൽ എന്താ നടക്കുക? ഈ പെൺകുട്ടികളായിരിക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. അത് ചെയ്തില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, പറഞ്ഞ് സോൾവ് ചെയ്യണം. ഇല്ലാണ്ട് പറഞ്ഞേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ തിരിച്ചു ആലോചിച്ചു ഓപ്പോസിറ്റ് മിണ്ടാതിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് മറ്റേ ആള് ആണുങ്ങൾ എപ്പോഴും ചിന്തിക്കുക സൈലൻസ് ആണ് ചിന്തിക്കുക. അവർക്ക് കുറച്ച് സമയം കൊടുക്കണം. അവർക്ക് കുറച്ച് സമയം കൊടുത്തു കഴിയുമ്പോൾ അവർ നേരെ ആവും, കുറച്ച് കഴിയുമ്പോൾ സമയമാവും. പക്ഷെ ഇത് രണ്ടും കൂടെ അത് രണ്ടും കൂടി ഈക്വൽ ആവില്ല. പക്ഷെ ഇത് അറിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ അവന് കുറച്ച് സമയം കൊടുക്കണം,
എന്നുള്ളത് അറിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. ഓക്കെ, അവൾക്ക് ഇങ്ങനെ പറഞ്ഞാലും ഒരു സമാധാനം കിട്ടുള്ളൂ, എന്നാ പിന്നെ അവള് പറഞ്ഞിട്ട് പറഞ്ഞു പോട്ടെ തീർക്കട്ടെ. എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ മാത്രമേ ആ റാപ്പ് വർക്കാവുള്ളൂ. ഇല്ലാതെ ഒരിക്കലും ഒരു പ്രണയത്തിൽ അയ്യോ ഇയാൾ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ ഇയാൾ ഇനി എന്നെ ഇതാക്കാട്ട് വേറെ ഏതെങ്കിലും പെൺകുട്ടികളുടെ അടുത്ത് പോകുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പ്രണയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ സംശയങ്ങൾ വരുന്നത് സ്വാഭാവികമാണെന്നുണ്ടെങ്കിലും അത് എന്താ പറയാ, അത് മാറ്റേണ്ട ഉത്തരവാദിത്തം ഒരാള് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ പ്രണയം നശിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മള് അതെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സെക്സ് വേണമെങ്കിൽ വേണം, അതാ ഞാൻ ആവശ്യമെങ്കിൽ പറഞ്ഞത്. ഇപ്പം ആവശ്യമുള്ളവർക്ക് ആകാം, ആവശ്യമുള്ളവർക്കാകാം, പരസ്പരം ഇല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് വേണ്ട. ചെയ്തിട്ട്, അതായത് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാകാം. ഫോഴ്സ് അതല്ലാതെ ചെയ്തുകൊണ്ടൊന്നും അതെ ചെയ്യരുത്. ഈ പേടിപ്പിച്ചിട്ട് ഇപ്പൊ നിനക്ക് എന്നാ പിന്നെ നിനക്ക് എന്നോട് ഇഷ്ടമില്ലല്ലേ, ആ, ഇപ്പൊ ചില റീൽസിലൊക്കെ നമ്മൾ കാണുന്ന പോലെ, വിശ്വാസം നിനക്ക് എന്നെ ഇല്ലല്ലേ? വിശ്വാസം ഇല്ല, അതുകൊണ്ടാണ് നീ അതെ അതെ ഇതിന് സമ്മതിക്കാത്തത്, ഞാൻ നിന്റെ അല്ലേ, നീ എന്റെ അല്ലേ, എന്നായാലും ഇതൊക്കെ ഞാൻ ഇത് ചെയ്യാനുള്ളതല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരാൾക്ക് അങ്ങനത്തെ ഒരു നീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരാൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ അത് അയാൾ പറയാണ്ട് മനസ്സിലാക്കണം എന്നാണ് പറയാ. അതായത് അത് പറയാതെ അറിയണം, എന്നാലേ അതിനുള്ളൊരു രസമുള്ളൂ. പറയാതെ അറിയണം, അങ്ങനത്തെ ഒരു നീഡ് ഉണ്ടെങ്കിൽ പറയാതെ അറിയണം, അല്ലെങ്കിൽ അവരുടെ ഗസ്റ്റേഴ്സിൽ നിന്ന് മനസ്സിലാക്കണം നമ്മൾ. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മറ്റേ ആള് ഫോഴ്സ് ചെയ്യുന്ന പോലെ അതെ opposite തീർച്ചയായിട്ടും നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നും. തോന്നും. പറയാതെ വന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയാതെ ചെയ്യുമ്പോ അല്ലെങ്കിൽ അങ്ങനെ പറയാതെ ഈ ഓട്ടോമാറ്റിക്കലി ഒരു രണ്ടുപേരും കാര്യങ്ങൾ അതിലേക്ക് വരുമ്പോ അങ്ങ് പോകുമ്പോ രണ്ടുപേരും മ്യൂച്വൽ ആയിട്ട് നീങ്ങുന്ന ഒരു തീരുമാനത്തിലേക്കാണ് അത് പോകുന്നത്. ഒരാള് പറഞ്ഞു, ആ പറഞ്ഞിട്ട് മറ്റേ ആൾ അതിനകത്ത് എന്തെങ്കിലും ഒരു വിമുഖത കാണിച്ചോ, നാളെ എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നീ എന്നെ കരുതിക്കൂട്ടി ചെയ്തതല്ലേ എന്ന് വരെ പറഞ്ഞിരിക്കാം. തീർച്ചയായിട്ടും അപ്പൊ ഇതൊക്കെ പേടിക്കണം. അപ്പൊ അതുകൊണ്ട് ആരും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കുക. പറയുന്ന ഇത്ര വലിയ നീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം അത്യാവശ്യമാണെങ്കിൽ പറയാ. അത്രത്തോളം അത്യാവശ്യമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ വളരെ സൗമ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഇല്ലാണ്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ എത്തുന്നു. ഇപ്പൊ ഇവരുടെ കാര്യം എനിക്ക് പറഞ്ഞപ്പോ ഭയങ്കര റെസ്പെക്ട് തോന്നി. അവർ ആ ഒരു സമാധാനവും അതൊക്കെ കാണിച്ച് അവരുടെ കല്യാണം വരെ അവർ ആ ഒരു കാര്യങ്ങൾ 10 വർഷം അവരത് വെയിറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം വലിയൊരു തന്നെയാണ്. കാര്യം തന്നെയാണ്. അതെ.